നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാനെയും ഇതേപോലെ കരിയിച്ച് കളഞ്ഞോ എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് ആയിരിക്കുമല്ലേ നിങ്ങൾ? അങ്ങനെ നമുക്ക് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. നമ്മുടെ നായകനെ രക്ഷപ്പെടുത്താനായിട്ട് വന്ന ഹെലികോപ്റ്ററിനെ റോബോട്ട് മനുഷ്യൻ വെടിവെച്ചിടുകയാണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഇനി എങ്ങനെയാണ് നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാനെ ട്രാപ്പിലാക്കിയതെന്ന് കാണണ്ടേ? ദേ ഈ വരുന്ന മുതലാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. തുടക്കത്തിലെ ജെയിംസ് ബോണ്ട് ആശാനെ ഈ പുള്ളിക്കാരിയായിട്ടൊരു ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ജെയിംസ് ബോണ്ട് പടങ്ങളിലെ നിർബന്ധമാണല്ലോ അല്ലേ? പിന്നീന്ന് പൂച്ച പമ്മി വരുന്ന പോലെ വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പെട്ടെന്നുള്ള തിരിച്ചില്ലേ ആശാൻ പുള്ളിക്കാരിയെ കണ്ടു. ആശാന്റെ വീക്ക്നെസ് അറിയുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ട്രാക്ക് മാറ്റിപ്പിടിച്ചു. പിന്നെ പറയണ്ടല്ലോ, ലോല ഹൃദയ ആയതുകൊണ്ട് ആശാനും പെട്ടെന്ന് വീണുപോയി. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്. നമ്മുടെ കള്ളക്കാമുകി ജെയിംസ് ബോണ്ട് ആശാന്റെ റൊമാൻറ്റിക് മോഡാണ് തല്ലി. നമ്മുടെ വില്ലനും കൂട്ടരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നായകനെ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. നമ്മുടെ റോബോട്ടിന് ഇതുണ്ടോ വല്ലത് വെക്കുന്നു ഓടിച്ചിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള അടി, ഈ നെല്ല് കുത്താന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതേപോലെ ആയിരുന്നു നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാന്റെ അവസ്ഥ. അങ്ങനെ റോബോട്ടിന്റെ കൈയിന്റെ തരിപ്പ് മാറുവോളം അങ്ങ് കിട്ടി. ഇടയ്ക്ക് ആശാൻ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല. ചിലപ്പോൾ എല്ലാം രണ്ടായി കാണുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. പാർട്ട് 1 നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. അങ്ങനെ നമ്മുടെ റോബോട്ട് മനുഷ്യൻ ജെയിംസ് ബോണ്ടിനെയും കരിച്ചു കളയാനുള്ള പ്ലാനിലാണ്. അപ്പോഴും ജെയിംസ് ബോണ്ട് വിട്ടുകൊടുക്കുന്നില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിയിട്ടേ അടങ്ങൂ എന്നുള്ള മട്ടിൽ ചാടി പുറത്തൊക്കെ ചവിട്ടുന്നുണ്ട്. അങ്ങനെ അതൊരു വിധമായിട്ട് കിടക്കുമ്പോഴാണ് പുതിയ ആളുടെ എൻട്രി. ഈ ക്യാമിയോ റോൾ എന്നൊക്കെ പറയില്ലേ, അതന്നെ സംഭവം. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടത് ഈ ലോകേഷിൻ്റെ കൈ വിക്രമൊക്കെ പോലെയായിരുന്നു. വന്നു കയറിയത് നേരം കളയാതെ പുള്ളിക്കാരി പണി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ആകെ ഒരു തീയും പുകയായിരുന്നു. മറിഞ്ഞിരുന്ന് വെടിവെച്ചവന്മാരൊക്കെ തീയും പിടിച്ച് ഓടുന്നതാണ് നമ്മൾ കണ്ടത്. ഇവരുടെ എല്ലാം ഒരു എഫേർട്ടിനെ കുറിച്ച് എടുത്ത് പറയുന്ന വേണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാൻ അവിടെ നിന്ന് കെട്ടൊക്കെ പൊട്ടിച്ച് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോയിൻ വന്നു കയറിയത് ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് പിന്നെ മനസ്സിലായി. ഗാലറിയുടെ മുകളിൽ നിന്നൊക്കെ കുറേ കയറുകൾ അങ്ങ് വീണു. പിന്നെ അങ്ങോട്ട് ആംഡ് ഫോഴ്സസ് ഒക്കെ വരുന്ന പോലെ കയറിൽ തൂങ്ങി ഇറങ്ങുകയായിരുന്നു. ഇറങ്ങുന്ന കൂട്ടത്തിൽ വെടികൊണ്ട് മരിച്ചവരും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ ഞാൻ കിടക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ കള്ളക്കാമുകി ജെയിംസ് ബോണ്ടിനെ തോക്കെടുത്ത് ലക്ഷ്യം വെച്ചു. നമുക്കുണ്ടല്ലോ ഒരു ഹീറോയിൻ, വിട്ടുകൊടുത്തില്ല. പിന്നാലെ പോയി വേണ്ട കണക്കിന് അങ്ങ് കൊടുത്തു. അങ്ങനെ നമ്മുടെ കമാൻഡോസിൻ്റെ വരവോടുകൂടി സംഗതി മൊത്തത്തിലൊരു കൂട്ടപ്പൊരിച്ചിലായി. വില്ലൻ്റെ അധോലോകം മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കൈ കൊടുത്തു. കണ്ടില്ലേ ബോംബൊക്കെ എറിയുന്നത്? ഇത്രയും ഡേഞ്ചറായ ഈ സീക്വൻസിലൊക്കെ ടൈമിങ്ങിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഒറിജിനാലിറ്റിക്കൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ലാന്നേ. കണ്ടില്ലേ ബോംബിൻ്റെ ഒരു പവർ? ഇനിയൊരു നിലനിൽപ്പില്ലാന്ന് മനസ്സിലാക്കിയ വില്ലൻ കിട്ടിയ വണ്ടിക്ക് സ്ഥലം വിടുകയാണ്. ഇനി ഇതിനും ഒരു സെക്കൻഡ് പാർട്ടുണ്ടോയെന്ന് തായ്ലൻഡിൽ തന്നെ പോയി നോക്കേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ അധോലോകം പിടിച്ചടക്കിക്കൊണ്ട് കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആക്ഷൻ പടങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ ഇത് നേരിട്ട് പോയിരുന്ന് കാണുന്നതിൻ്റെ ഒരു ത്രില്ല് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്തായാലും ഈ സംഭവം എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണേ.